ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫീഡിംഗ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 മീറ്റർ നൈറ്റി ബിറ്റാണ്. പിന്നെ നമ്മളൊരു യോക്ക് പാർട്ടും കൂടെ ഇതിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഒരു കളർ തുണിയും നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പാർട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താവേ. സാധാരണ നമ്മൾ എടുക്കുന്ന ഷോൾഡറിൽ നിന്നും 1 ഇഞ്ച് കൂട്ടി വേണം ഇതിനെ എടുക്കേണ്ടത്. കാര്യം നമ്മളിവിടെ 2 വശത്തും സിബ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 7 നിങ്ങളുടെ ഷോൾഡർ എങ്കിൽ നമ്മൾ 8 എടുക്കണം. അല്ല ഇപ്പോൾ 6 നമ്മുടെ ഷോൾഡർ എങ്കിൽ നിങ്ങൾ 7 എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 8 എടുത്തിരിക്കുന്നത്. താഴേക്ക് നമ്മുടെ ആം റൗണ്ടിന് വേണ്ടി 7 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. ഇവിടുന്ന് നമ്മുടെ ആം റൗണ്ടിന് വേണ്ടി നമ്മളിതാ താഴേക്ക് 7 ഇഞ്ച് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. 10 ഇഞ്ചിൽ ഞാനിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു പ്രഗ്നന്റ് ലേഡിക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. ഇനി നമ്മുടെ യോക്ക് പാർട്ട് നമുക്ക് അടയാളപ്പെടുത്താം. 15.5 ഇഞ്ചിലാണ് ഞാൻ ഇതിൻ്റെ യോക്ക് പാർട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമുക്ക് 2 സ്ഥലങ്ങളിലായിട്ട് ഒന്നുകൂടെ ആ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആ യോക്ക് ഭാഗം 15 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ വേസ്റ്റിലെ നമ്മുടെ വിഡ്ത്ത് 11 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു 2 പോയിന്റുകളും കൂടെ യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമ്മുടെ ആം റൗണ്ട് കുഴിച്ച് വരയ്ക്കണം. അതിനായിട്ട് നമ്മുടെ ആ ഒരു 7 ഇഞ്ചിൻ്റെ പാതി 3.5 ഇഞ്ചിൽ വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആം റൗണ്ട് കുഴിച്ച് വരയ്ക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രം പോരാ, അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ നിങ്ങളൊന്ന് ദയവായി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഈ ഒരു ഭാഗം, ആ ഒരു ഭാഗമാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം. നമുക്കത് ഇപ്പോൾ ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. നമുക്കിതിൽ കുറച്ചുകൂടെ പണികൾ ബാക്കിയുണ്ട്. നമ്മുടെ നെക്ക് നമുക്ക് അടയാളപ്പെടുത്താം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഞാനിവിടെ ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തി താഴേക്ക് ഒരു 5 ഇഞ്ചിൽ നമ്മുടെ ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതൊരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ സാധാ ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം കണ്ടോ, അതെത്രയാണെന്ന് നമ്മളൊന്ന് അളക്കണമേ. നമ്മൾ സിബ് വെക്കാൻ വേണ്ടിയാണേ. അപ്പോൾ നമുക്കൊരു 5 കിട്ടിയത്. ആ 5ൻ്റെ പാതി നമ്മൾ കാണണം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. നമ്മൾ ആ ഷോൾഡറിൻ്റെ അളവെടുത്തു, എന്നിട്ട് അതിൻ്റെ പാതി മാർക്ക് ചെയ്യുകയാണേ. എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിടാവേ. നമ്മൾ ഇപ്പോഴും ഈ ഒരു ഭാഗം നിവർത്തിയിട്ടില്ല, നിങ്ങൾ നോക്കിക്കോണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്നും 5 ഇഞ്ച് തന്നെ ആണോ ഉള്ളതെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗം കൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കണേ. നമ്മൾ ആ ഒരു ഷോൾഡർ കണ്ടു, അതിൻ്റെ പകുതി കണ്ടു, അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് താഴേക്ക് വരച്ചു. ആ വരച്ച ഭാഗത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ ആ ഒരു യോക്ക് പാർട്ടിനെ നമ്മൾ 3 മാറ്റിയിട്ടുണ്ട്. ആ ഒരു നെക്കിൻ്റെ ഭാഗം അങ്ങനെയും 2 ഷോൾഡറിൻ്റെ നമ്മുടെ 2 ആം ഹോളിൻ്റെ ഭാഗം ആം ഹോളിൻ്റെ ഭാഗം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത്രയാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ യോക്ക് പാർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ കറക്റ്റ് ഷേപ്പിലൊന്ന് വെച്ച് നോക്കിയിട്ട് ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു അളവ് നമുക്ക് നോക്കാം. മോളിൽ നിന്ന്, അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു 7.5 അല്ലെങ്കിൽ 8 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 7 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മുടെ താഴേന്ന് ആ യോക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യുവാണേ. ശ്രദ്ധിച്ച് നോക്കണേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു സിബിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഓരോരുത്തരുടെയും ബ്രസ്റ്റ് സൈസ് അനുസരിച്ച് വേണം നമുക്ക് അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് ഞാനൊരു മീഡിയം അളവിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ അപ്പുറത്തെ വശത്തേക്ക് ഞാൻ ആ ഒരു ചോക്കിൻ്റെ ഭാഗം കൊണ്ട് അടയാളപ്പെടുത്തുവാണേ. 2 വശവും ഒരുപോലെ വരണമല്ലോ. അപ്പോൾ ഞാൻ 2 വശത്തും അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് സിബ് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു യോക്ക് പാർട്ട് ഇതിലേക്ക് നമ്മുടെ ആ നെക്കുമായിട്ട് ചേർത്ത് അടിച്ചു മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഒരു ബാക്ക് പാർട്ട് എടുത്തിട്ട് ബാക്ക് പാർട്ടിൽ നമ്മൾ സാധാ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അത് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ച് എടുത്തു. നിങ്ങളിപ്പോൾ 6 ആണെങ്കിൽ 6 തന്നെ അടയാളപ്പെടുത്തണേ. ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സെയിം അളവിൽ താഴേക്ക് 7 ഇഞ്ച് ആം ഹോളിന് വേണ്ടി വരച്ചിടുന്നു. ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. അവിടുന്ന് നമ്മുടെ ആ ഒരു അളവെല്ലാം ഫ്രണ്ടിൽ ആയിട്ട് സെയിം ആണ്. അതെല്ലാം അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുവാണേ. ഇവിടെയും 15 ഇഞ്ച് തന്നെയാണ് നമ്മുടെ യോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴും നമുക്ക് ആ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ബാക്കിൽ നമ്മൾ 3 ഇഞ്ച് തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി, 4 ഇഞ്ച് തന്നെ ലെങ്ത്തും അടയാളപ്പെടുത്തി, നേരത്തെ പോലെ തന്നെ സ്ക്വയർ ആക്കുന്നു. അവിടെ റൗണ്ടിലുള്ള നെക്കും അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ സ്ലീവ് നോക്കാം. നമുക്ക് ബാലൻസ് ഉള്ള ഭാഗം സ്ലീവിനായിട്ട് എടുക്കുന്നു. 4 തുണി മടക്കി ഇട്ടിട്ടുണ്ട്. അവിടുന്ന് 3.5 ഇഞ്ച് എല്ലാവർക്കും കോമൺ ആണ്, അതങ്ങോട്ട് എടുക്കുന്നു. ആ 3.5 ഇഞ്ച് വരച്ച ഭാഗത്തുനിന്നും ഒരു സ്ലോപ്പ് പോലെ വരയ്ക്കുന്നു. ആ സ്ലോപ്പ് വരച്ചെടുത്തതിനെ നമ്മൾ അതിൻ്റെ ഫുൾ ലെങ്ത് കാണുന്നു. എന്നിട്ട് അതിൻ്റെ പാതിക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്നും ആ 3.5 ഇഞ്ചിലേക്ക് ഒന്ന് കുഴിച്ച് വരയ്ക്കുന്നു. എന്നിട്ട് ആ 3.5 ഇഞ്ച് വരച്ചെടുത്തുനിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ കൈവെട്ടി എടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു 3/4 കൈയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് എടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആ 2-3 ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല വശവും ചേർത്ത് നമ്മൾ ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടം വരെ നമുക്ക് നമ്മുടെ തയ്യലിൻ്റെ സ്റ്റിച്ചിൻ്റെ അടുപ്പിച്ചുള്ള സ്റ്റിച്ച് ചെയ്യുക. അവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ചിൽ നല്ല ലൂസിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണ്. വീണ്ടും നമ്മൾ ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നല്ല സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ്. നമ്മളിതിട്ടതിൻ്റെ കാര്യം മനസ്സിലായോ? നമുക്കവിടെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തത് സിബ് വെച്ച് കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ വശത്ത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു യോക്ക് ഭാഗം തിരിച്ചിടണം. എന്നിട്ട് നമ്മൾ ആ മടക്കി അടിച്ച ഭാഗം കണ്ടോ, ആ ഭാഗം നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഒന്നുകിലും നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ ആ ഒരു നഖം കൊണ്ട് ഒന്ന് പതിച്ച് അതിനെ നിവർത്തിയെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്തായാലും അതിനെ ഒന്ന്
നിവർത്തിയെടുക്കണം. നമ്മൾ തുടക്കക്കാർക്കും ഒക്കെ നല്ല പെട്ടെന്ന് സിബ് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് കേട്ടോ. എല്ലാവർക്കും സിബ് വെക്കാനായിരിക്കുമല്ലോ എപ്പോഴും പാട്. എനിക്കൊക്കെ തയ്യൽ പഠിച്ചിരുന്ന സമയത്ത് സിബ് വെക്കുന്ന കാര്യം ഭയങ്കര പേടിയായിരുന്നു. കുറേ അധികം സൂചിയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ സാധാ ഫൂട്ടിട്ട് തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സിബിൻ്റെ എങ്ങനെയാണ് ആ ഓപ്പൺ വശത്തേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗത്തെ നമ്മൾ ഇങ്ങനെ അടിച്ച് കൊണ്ടുവരുവാണേ. അങ്ങനെ നമ്മളിത് സിബ് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനവിടെ ഒരു പിൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടാണ് അടിച്ചത്. നിങ്ങളും അങ്ങനെ പിൻ ചെയ്യണേ. അത് ഞാനൊന്ന് കറക്റ്റായിട്ട് കാണിക്കാൻ മറന്നുപോയി. എന്നിട്ട് നമ്മൾ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ടല്ലോ, അത് നമുക്ക് ആ നമ്മുടെ ഒരു സ്റ്റിച്ചിങ് പൊട്ടിക്കുന്ന ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് അഴിച്ചെടുക്കാവേ. അതായത് ഇങ്ങനെ വെച്ച് നമുക്ക് ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സിബ് ഉണ്ടോ എന്ന് മനസ്സിലാവത്തേ ഇല്ല, കണ്ടല്ലോ. ആ സിബിൻ്റെതായ ഒന്നും തന്നെ വെളിയിൽ കാണുന്നില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ വശവും അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് വശവും സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻവിസിബിൾ സിബ് അല്ല, ഇത് സാധാ സിബ് തന്നെയായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ ആ ഒരു ഭാഗം ഒരു ലേശം പോലും വെളിയിൽ കാണുന്നില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സിബ് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ആ ഒരു യോക്ക് ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആ യോക്ക് ഭാഗം അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ ലൈനിങ് മെറ്റീരിയൽ ഇട്ടിട്ട് തിരിച്ചെടുക്കത്തില്ലേ, അതുപോലെ ആ ഒരു നല്ല വശവും ആ യോക്ക് ഭാഗത്തിൻ്റെ നല്ല വശവും ആ ഒരു മെറ്റീരിയലിൻ്റെ നല്ല വശവും ചേർത്ത് അടിച്ച് ആ ഒരു നെക്ക് ഭാഗത്തുനിന്ന് അടിച്ചു മറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചു മറിച്ച് എടുത്തിട്ടുണ്ട്. ആ യോക്ക് ഭാഗത്തിൻ്റെ ബാക്കി രണ്ട് വശവും നമ്മൾ ഒന്ന് അരികു വശം അടിച്ചു എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ ഒരു യോക്ക് ഭാഗത്തും നമ്മൾ ആ സെപ്പറേറ്റ് വെക്കുന്ന യോക്ക് ഭാഗത്തും ആ ഒരു ഫീഡിങ് സിബിൻ്റെ ആ ഓപ്പണിങ് കൊടുത്തല്ലോ, ആ ഓപ്പണിങ്ങും ആ എൻഡിങ്ങും ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് മുകളിൽ നിന്നെടുത്ത 7 ഇഞ്ചും താഴെ നിന്നെടുത്ത 2.5 ഇഞ്ചും മാർക്ക് ചെയ്യുകയാണേ. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാവുന്നുണ്ടല്ലോ കാണുമ്പോൾ. എന്നിട്ട് നമുക്ക് ആ യോക്ക് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് താഴേക്ക് അടിച്ചു വരാം. എവിടം വരെയാണ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ അടയാളപ്പെടുത്തിയ 7 ഇഞ്ച് ഉണ്ടല്ലോ, അവിടം വരെ കൊണ്ടുവന്ന് നമുക്ക് ഒന്ന് ഡബിൾ സ്റ്റിച്ചിട്ട് കെട്ടിട്ട് നിർത്തണമേ. കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമുക്കിനി ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഉണ്ടല്ലോ, 2.5 ഇഞ്ച്, മറ്റേ ഭാഗം നമ്മൾ ആ ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടിട്ട് ആ 2.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മളിത് അടിച്ചെടുക്കുവാണേ. നമ്മൾ കെട്ടിട്ടത് അവിടെ എടുക്കുന്നുണ്ടേ. ഇപ്പോൾ നമ്മൾ നോക്കിയേ, സിബ് ഉണ്ടെന്നേ അറിയുന്നില്ല. നമുക്കിതാ ഇതിൻ്റെ ആ ഒരു മറവിൽ കറക്റ്റായിട്ട് അത് കിടക്കുകയും ചെയ്യും. അല്ലാണ്ട് തന്നെ നമുക്ക് സിബ് വെക്കുന്ന അറിയുന്നില്ലായിരുന്നു. ഇത് വെച്ചപ്പോൾ ഒന്നുകൂടെ നമുക്ക് അറിയുന്നതേ ഇല്ല സിബ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഇൻവിസിബിളായിട്ട് തന്നെ ആ ഒരു സിബ് ഭാഗം ഇരിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് ഭാഗം എടുക്കാം. ബാക്ക് ഭാഗത്തിൻ്റെ നല്ല വശം എടുത്തിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്രോസ് പീസ് വെച്ച് അടിച്ച് തിരിച്ചെടുക്കുവാണേ. ഇത് നിങ്ങളെല്ലാ വീഡിയോയിലും എപ്പോഴും കാണുന്നതുകൊണ്ട് തന്നെ അത് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ചോദിക്കാവുന്നതാണേ. ഇനി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തോട് ചേർത്ത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുവാണേ. ക്രോസ് പീസ് പൊക്കിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ക്രോസ് പീസും കൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം.
മറ്റേ വശവും അതുപോലെ തന്നെ നല്ല വശവും ചേർത്ത് ക്രോസ് പീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് അടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ക്രോസ് പീസ് ഉൾപ്പെടെ നമ്മളിത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തെടുക്കുവാണേ. എന്നിട്ട് നമുക്കിത് തിരിച്ചെടുക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഏറ്റക്കുറച്ചിലുകളില്ലാണ്ട് നമുക്ക് ഒരേപോലെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ആ ബാക്ക് ഭാഗത്തിൻ്റെ നെക്ക് പതിച്ചടിക്കാം. അങ്ങനെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് ആ ഒരു സെൻറ്റർ ഭാഗത്ത് വെച്ച് നമുക്ക് അടിച്ച് താഴേക്ക് കൊണ്ടുവരാം. അടിച്ച് താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടുന്ന് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് നമുക്ക് കൊണ്ടുവരാം. മറ്റേ വശത്തേക്ക് നമ്മളിപ്പോൾ അടിച്ച് പോവുകയാണേ. അവിടുന്ന് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുവാണ്. എപ്പോഴും സ്ലീവിനൊക്കെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണമേ. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു താഴ്ഭാഗം 2 മടക്കിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് ഭാഗമാണ് ജോയിൻ ചെയ്യേണ്ടത്. അതിനു വേണ്ടി സ്കേർട്ടിൻ്റെ ഭാഗം എടുത്തിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നൈറ്റി തുണി ആയതുകൊണ്ട് തന്നെ അധികം പ്ലീറ്റ് നമുക്ക് കിട്ടത്തില്ല. കാര്യം ഇതിന് വീതി കുറവാണ്. നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് പ്ലീറ്റ് എടുക്കാം. ഇനി നമ്മുടെ യോക്ക് പാർട്ട് എടുക്കാം. യോക്ക് പാർട്ട് എടുത്തിട്ട് ആ യോക്ക് പാർട്ടിനെ 2ആയിട്ട് മടക്കി അതിൻ്റെ ഒരു സെൻറ്റർ വശം കാണണം. എന്നിട്ട് അതിനൊരു കട്ട് കൊടുക്കണം. അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗത്തിൻ്റെയും സെൻറ്റർ വശം കണ്ടിട്ട് ഒരു കട്ടോ അല്ലെങ്കിൽ ഒരു ചോക്കടയാളപ്പെടുത്തുകയോ ചെയ്തിട്ട് നമുക്ക് സ്ലീവ് എങ്ങനെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ സെൻറ്റർ ഭാഗത്തുനിന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 2 സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു നൈറ്റി അല്ല മെറ്റേണിറ്റി ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് പറയണേ. നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്തിട്ട് ആൾക്ക് തയ്ച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ബോഡി പാർട്ടുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെക്കുന്നു. നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ചുളിവൊന്നുമില്ലാണ്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് താഴേക്ക് അടിച്ചു കൊടുക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്. ആ കെട്ട് കൂടെ ചേർത്ത് നമുക്ക് താഴേക്ക് അങ്ങ് അടിച്ചു കൊടുക്കാവേ. ഇനി നമ്മുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. കണ്ടോ നമ്മുടെ ആ ഒരു സിബ് നല്ല ഇൻവിസിബിളായിട്ട് തന്നെ ഇരിക്കുന്നത്, കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ടാറ്റ.